പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിക്കാനുമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ നല്ല ദിവസത്തെ ഓർത്ത്, നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ വീശി നമ്മുടെ കർത്താവിന് നല്ലൊരു സ്തോത്രം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നു, ഉപവാസത്തോടെ കടന്നു വരുന്നു, അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിനകത്ത് വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 14-ാമത്തെ ദിവസവും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവരാൽ മാത്രമാണ് എല്ലാ ദിവസങ്ങളും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഹല്ലേലൂയ. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ കടന്നു വരുവാൻ, ദൈവവചനം സംസാരിക്കുവാൻ കർത്താവ് എൻ്റെയും ജീവിതത്തിൽ ചെയ്ത നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഈ പകൽക്കാലം, ഈ 14-ാം ദിവസം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ ദിവസങ്ങളും പുതുമകൾ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസവും പുതുമകളുടെ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, വചനത്തിൽ പറയുന്നത് എന്താണ്? രാവിലെ തോറും കർത്താവ് പുതിയത് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 13 ദിവസങ്ങൾ ഉണ്ടായിരുന്നത് പോലെ അല്ല, ഈ 14-ാമത്തെ ദിവസം പുതുമയായിട്ട് ചില കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ന്യൂ തിങ്, നോവലായിട്ടുള്ള പുതുമയുടെ ചില കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു രാജാവ്, അദ്ദേഹത്തിന് തന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിട്ട് ഒരാൾ ആവശ്യമുണ്ട്. കണക്കുകൾ താല്പര്യമുള്ള ആൾ മാത്രമല്ല, ഒരല്പം ബുദ്ധിമാനും കൂടെ ആയിരിക്കണം ഈ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പലരെയും ഇന്റർവ്യൂ ചെയ്തു. എന്നിട്ട് അവസാനം 3 പേരെ തിരഞ്ഞെടുത്തു. പക്ഷെ 3 പേര് വേണ്ട, ഒരാൾ മതി. അതുകൊണ്ട് അവരോട് 3 പേരെയും കൊണ്ട് ഈ ഖജനാവിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ധനം മുഴുവനും സൂക്ഷിക്കുന്ന ഖജനാവാണിത്. ഇതിന് എനിക്കൊരു കാവൽക്കാരൻ വേണം, ഖജനാവ് സൂക്ഷിപ്പുകാരൻ ഒരാൾ വേണം. അതിൽ നിങ്ങളെ ഒരാളെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് റൗണ്ട്, അവസാനത്തെ നിമിഷത്തെ ഒരു പരീക്ഷയാണ്. എന്താണെന്നറിയാമോ? ആരാണോ ഈ ഖജനാവ് തുറന്ന് അകത്ത് കയറുന്നത്, അവർക്ക് ഈ ഖജനാവ് സൂക്ഷിപ്പുകാരനായിട്ട് ഞാൻ ജോലി തരും. 24 മണിക്കൂർ സമയവും കൊടുത്തു. നിങ്ങൾക്ക് ആർക്ക് വേണോ തയ്യാറെടുപ്പുകളോടെ വന്ന് ഇതൊന്ന് തുറന്നു നോക്കാം. 24 മണിക്കൂറാണ് സമയം. ആദ്യം തുറക്കുന്ന ആളിനെ ഞാൻ ജോലിയും തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. 3 പേരും വന്ന് ഈ വാതിലൊക്കെ ഒന്ന് ശരിക്ക് പരിശോധിക്കുകയാണ്. ഒരുത്തൻ വന്നിട്ട് വാതിലിന്റെ നീളവും വീതിയൊക്കെ ഒന്ന് അളന്നു നോക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ ഒരൊറ്റ ഓട്ടം പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളും ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ വാതിലിന്റെ നീളവും വീതിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ വാതിൽ തള്ളി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരായുധം ഞാൻ സംഘടിപ്പിക്കാൻ പോവുകയാണ്. നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം കൊണ്ട് ഒരു തട്ട് തട്ടിയാൽ മതി, ഇതങ്ങ് തുറക്കും. അതുകൊണ്ട് ഞാൻ അതിനുള്ളൊരു സംവിധാനം അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു. രണ്ടാമനും വന്നു. രണ്ടാമൻ വന്നിട്ട് ശരിയായിട്ട് പരിശോധിക്കുകയാണ്. ആ താക്കോലിടുന്ന പൂട്ടും ആ പരിസരങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് അവനും ധൃതി പിടിച്ച് പുറത്തോട്ടിറങ്ങി പോകുന്നു. ജനങ്ങൾ ചോദിച്ചു, സാറേ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ പൂട്ടൊക്കെ കറക്റ്റാ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിന്റെ ഒരു ഘടനയും രൂപവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പൂട്ടും തുറക്കുന്ന ഒരു താക്കോൽ അന്വേഷിച്ച് ഞാൻ പോവുകയാണ്. ഞാൻ ഓടി വരും. 24 മണിക്കൂറൊന്നും എനിക്ക് വേണ്ട, ഞാൻ 2 മണിക്കൂർ തിരിച്ചു വരും. ഏത് പൂട്ടും തുറക്കുന്ന ഒരു താക്കോലുമായിട്ട് ഞാനിതാ വരാൻ പോകുന്നെന്ന് പറഞ്ഞു. രണ്ടാമൻ ഓടിപ്പോയി. ഇനി മൂന്നാമനൊരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന് ഈ വാതിലൊന്ന് ശരിക്ക് നോക്കി. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ കൈ ഉപയോഗിച്ച് ഒരൊറ്റ തള്ള് താണ്ടെ വാതിലങ്ങ് തുറന്നു. ഹല്ലേലൂയ. കാര്യം എന്തെന്നറിയാമോ? തന്റെ മുമ്പിൽ ലഭിച്ചൊരു വെല്ലുവിളി, തനിക്ക് ലഭിച്ചൊരു ചലഞ്ച്, അതിനർഹിക്കുന്നതിനേക്കാളും വലിയ പ്രാധാന്യം കൊടുത്ത് അതിന്റെ നീളവും വീതിയും അളന്ന് അത് മല പോലുള്ള സംഭവമാണെന്ന് പറഞ്ഞ് വലിയ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി പോവുകയാണ്. പകരം എന്ത് ചെയ്താൽ മതിയായിരുന്നു? താൻ തന്നെ മുന്നോട്ട് പോയി ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ ആ വാതിൽ തുറക്കുമായിരുന്നു. 2025 എന്ന പുതിയ വർഷത്തിൽ
നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളികളെ, നമ്മുടെ ചലഞ്ചുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശ്രമശീലത്തിലൂടെ ചിലത് തുറക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മുൻവിധികളെ മാറ്റിവെക്കാം. അയ്യോ ഇത് വലുതാണ്, എനിക്കിത് തുറക്കാൻ കഴിയില്ല എന്നല്ല. അയ്യോ ഇതിലും വലുതെന്തോ ആണ്, എനിക്കിത് കഴിയില്ല എന്നല്ല. ദൈവം നൽകിയിരിക്കുന്ന കൈകളെ ഉപയോഗിച്ച് പരിശ്രമിക്കുക. ഹല്ലേലൂയ. ഇന്ന് നിരാശയോടെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ടെൻഷനോടെ കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ ഇനി എങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നോ, പരിശ്രമിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങൾക്ക് ബലം പകർന്നുകൊണ്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇത് പരിശ്രമത്തിന്റെ ഒരു ദിവസമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശ്രമിക്കാൻ തോന്നുകയില്ല. പിന്നെ എന്ത് തോന്നുമെന്ന് അറിയാമോ? പരിശ്രമിക്കാൻ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ തോന്നണമെങ്കിൽ, സിമ്പിൾ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Make sure that you are with God. ദൈവത്തോടൊപ്പമാണ് നമ്മൾ, കർത്താവിനോടൊപ്പമാണ് നമ്മളെന്ന് നാം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സന്തോഷത്തോടെ, ധൈര്യത്തോടെ ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ കണ്ണുകളൊക്കെ അടച്ച് മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രമാക്കിയിട്ട് കർത്താവിനോട് നമ്മൾ പറഞ്ഞു തുടങ്ങാണ്ട്, കർത്താവേ ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ, ആ വായികളെ തുറന്ന് കർത്താവിനോടൊന്നൊരു സ്തോത്രം പറയാമോ? കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, എന്നെ തോളിലേറ്റി താരാട്ടുപാടി മെല്ലെ ചാഞ്ചക്ക മാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം ചേർന്ന് എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളാൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടി മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ചേർന്ന്, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളാൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടി മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ഈ പ്രഭാതത്തിലും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ബൈബിളുകൾ തുറന്ന് 18-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. സങ്കീർത്തനങ്ങൾ 18:29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നമുക്ക് ചേർന്ന് വായിക്കാമോ? ആ വാക്യം ലഭിച്ചവർക്കെല്ലാം ചേർന്ന് ഒരുമിച്ച് വായിക്കാമോ? 1 2 3 സ്റ്റാർട്ട്. വായിക്കാമോ? 1 2 3 സ്റ്റാർട്ട്. പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. വചനം മനസ്സിലായവർക്ക് കരമേർത്തൊരു നല്ല സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന 1 മണിക്കൂർ അധികം സമയം കൊണ്ട്
ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പകച്ചു നിൽക്കാതെ മുൻപോട്ട് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇത് 18-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പകച്ചു നിൽക്കാതെ മുൻപോട്ട്? ഈ 18-ാം സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് ഇത് ഒരു വിജയത്തിന്റെ സങ്കീർത്തനം എന്നാണ്. എങ്ങനത്തെ സങ്കീർത്തനം? ഇതൊരു വിജയത്തിന്റെ സങ്കീർത്തനം. കേട്ടവർക്കും മനസ്സിലായവർക്കും ഒരു നല്ല ഹല്ലേലൂയ പറയാം. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് ജീവിതത്തിൽ തോൽവിയെ പറ്റി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും അയ്യോ എന്റെ ജീവിതം തോറ്റുപോകുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഈ പ്രസംഗം കേൾക്കുവാൻ കർത്താവ് എത്തിച്ചിരിക്കുന്നതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഇത് വിജയത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. ഇത് വിജയത്തിന്റെ സന്ദേശമാണ്. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അയ്യോ, ഈ കല്ലിനങ്ങനെ സൗരഭ്യമൊന്നുമില്ലെന്നേ. എന്നാൽ കല്ല് മുല്ലയുടെ പൊടിയേറ്റാണ് കിടക്കുന്നതെങ്കിൽ അറിയാതെ ആ കല്ലും സൗരഭ്യമായി മാറും. ഓ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ വിജയിക്കാൻ ത്രാണിയില്ലാത്തവരാണ്, ഞങ്ങൾ വിജയിച്ചിട്ടില്ലാത്തവരാണ്, ഞങ്ങൾക്ക് വിജയിക്കാൻ അർഹതയില്ലാത്തവരാണ്, അഥവാ വിജയം കൈയെത്താവുന്നതിലും അകലത്താണ്. എന്നാൽ ഇന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം കൂടെയുള്ളവർ, വിജയത്തിന്റെ കർത്താവ് കൂടെയുള്ളവർ, ഈ പകൽ വിജയിക്കുന്ന പകലായി മാറുന്നു. യെസ്, ഇത് ദൈവത്താൽ നാം ചിലത് വിജയിപ്പിക്കുന്ന, ദൈവം നമ്മിൽ ചിലത് വിജയിപ്പിക്കുന്ന ഒരു പകൽക്കാലം. ഹല്ലേലൂയ. ചിലർക്ക് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാനൊരു ദിവസം കാനറ ബാങ്കിൽ പോയി. ഞങ്ങളുടെ കോവളത്ത് കാനറ ബാങ്കിൽ പോയി. കാശ് കയ്യിലുള്ളതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ ബാങ്കിൽ ഇടുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോ കാണാൻ ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു മകനും അവന്റെ അമ്മയും ബാങ്കിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? വന്നിട്ട് എന്നോട് ചോദിച്ചു, അങ്കിളെ പേനയൊന്ന് തരാമോ, പേനയൊന്ന് തരാമോ? ഞാൻ എൻ്റെ പേന എടുത്ത് അവന് പയ്യന് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയിട്ട് പേനയൊക്കെ എഴുതി എന്തൊക്കെയോ ഫോംസ് ഒക്കെ പൂരിപ്പിച്ചിട്ട് അവൻ പതുക്കെ പേന എൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടു തന്നിട്ട് ഒരു ചോദ്യമാണ്, അങ്കിളെ ഇത് മണക്കുന്ന പേനയാണോ എന്ന്. ഞാൻ എൻ്റെ കയ്യിൽ അവൻ തിരികെ തന്ന പേന എടുത്ത് ഒന്ന് മണത്ത് നോക്കിയപ്പോൾ അത്ഭുതം. പന്നിയോട് നിവാസികളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പേന സത്യത്തിൽ മണക്കുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടെ ആ പേനയോട് ചോദിച്ചു, അല്ലയോ പേനെ, നീ മണക്കുന്നവനാണെന്നാണല്ലേ ഈ ചെറുക്കൻ പറഞ്ഞത്? സത്യത്തിൽ നീ എങ്ങനെയാണ് മണക്കുന്നത്? അയ്യോ, പേന എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ആയുസിൽ മണത്തിട്ടില്ല, ഞാൻ മണക്കുന്നവനെന്നല്ല എന്റെ പേര്. പക്ഷേ ഇന്ന് രാവിലെ നിങ്ങൾ കുളിച്ചിട്ട് ഷെൽഫിൽ നിന്ന് ഈ എണ്ണ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് അതിനോടൊപ്പം ഷെൽഫിൽ നിന്ന് മറ്റൊരു സാധനം എടുത്ത്, ഒരു കുപ്പിയിലുള്ള ഒരു സാധനം എടുത്ത് കിസ് 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 എന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോ ഉള്ള സമയത്ത് ഞാനും കൂടെ തല നീട്ടി കൊടുത്തു. 2 കിസ് കിസ് എന്റെ തലയിലും വന്നു. അങ്ങനെ ഇപ്പോൾ എന്നെ ആരൊക്കെ എടുക്കുമോ, ആരൊക്കെ സ്പർശിക്കുമോ, അവര് പറഞ്ഞു തുടങ്ങി ഞാനും മണക്കുന്ന പേനയാണെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് വിജയത്തിന്റെ യേശു നിങ്ങളെ സ്പർശിക്കുവാൻ കടന്നു വരുമ്പോൾ, ഈ പ്രാർത്ഥനയുടെ വചന ശുശ്രൂഷയുടെ മധ്യേ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ സഞ്ചരിക്കുമ്പോൾ, സൗരഭ്യമുള്ള വിജയം മാത്രം, പരിചയമുള്ള വിജയം മാത്രം നൽകുന്ന യേശു കൂടെ വരുമ്പോൾ, ആരെല്ലാം അവിടത്തെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു, ആരെല്ലാം യേശുവിനെ തൊടുവാൻ ആഗ്രഹിക്കുന്നു, അവർ ഓട്ടോമാറ്റിക്കായി, അവർ സാധാരണമായി ഇന്ന് വിജയിക്കുന്നവരായിട്ട് മാറും. യെസ്,
ഇന്നൊരു വിജയത്തിന്റെ ദിവസമാണ്. ഇന്നൊരു വിജയത്തിന്റെ ദിവസമാണ്. യേശുവിൻ നാമത്തിൽ ഇന്നൊരു വിജയത്തിന്റെ ദിവസമായി കർത്താവ് മാറ്റട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സങ്കീർത്തനം എഴുതിയ ആളാരാണെന്നറിയാമോ? മിസ്റ്റർ ഡേവിഡ്. ദാവീദ് എന്നാണ് പേര്. നമ്മൾ ഇയാളോട് ഞാൻ ചോദിക്കണം, അല്ലയോ ദാവീദേ, താങ്കളല്ലേ വിജയത്തിന്റെ സങ്കീർത്തനം എഴുതിയത്? താങ്കൾ എങ്ങനെയാണ്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ പ്രസംഗം നിങ്ങൾ കേൾക്കൂല. കാരണം തോറ്റു തുന്നമ്പാടി, നമ്മുടെ നവീന ഭാഷയിൽ പറഞ്ഞാൽ 8ന്റെ നിലയിൽ പൊട്ടിക്കിടക്കുന്ന ദാവീദ് പറയാണ്, ഞാൻ വിജയിക്കാൻ പോവുകയാണെന്ന്. നിങ്ങളിവിടെ ഉണ്ടോ? എന്നാ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എന്റെ കൂടെ പറഞ്ഞ എവിടെ ദാവീദിന്റെ അടുത്ത്. ദാവീദേ, എങ്ങനെയാണ് നിന്റെ ലൈഫ്? എങ്ങനെയാണ്? ദാവീദ് പറയും, എന്റെ പൊന്നു ചേട്ടാ, വിജയം എന്ന് പറഞ്ഞൊരു സാധനം എന്റെ അയൽവക്കത്ത് വരാതെ ജീവിതത്തിൽ തോറ്റു തുന്നമ്പാടി തകർന്നു കിടന്നവനാണ് ഞാൻ. എങ്ങനെയെന്നോ? ബാല്യകാലത്തിൽ എന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടാതെ അപ്പനും അമ്മയും മറന്നു കളഞ്ഞ് ഞാൻ വനാന്തരത്തിൽ ആടുമേക്കാൻ പോയവനാണ്. ഇവിടെയുള്ള പപ്പയെടുത്ത് അമ്മയെടുത്ത് എന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ കറക്റ്റ് ഉത്തരം പറയണം. 8 മക്കളുണ്ടെന്ന് അവർക്ക്, ഈശായിക്ക്. 8ാമനായ ദാവീദിനെ, നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, ഏറ്റവും ചെറിയ പിള്ളാരെ നിങ്ങൾ എങ്ങനെ വാവ, തക്കുടു, ചക്കര ഇങ്ങനെയൊക്കെ ഓരോ ചെല്ല പേര് വിളിച്ച് വീട്ടിൽ അമ്മയോടൊപ്പം അപ്പനോടൊപ്പം വളർത്തും അല്ലേ? ഇവിടെ ദാവീദിന്റെ കാര്യത്തില് വാവയില്ല, ചക്കുടുമില്ല, ബുക്കുടുമില്ല. 8ാമനായ ദാവീദ് ആടുമേയ്ക്കാൻ പോയി കിടക്കുകയാണ്. നിങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയ ഗോലിയാത്ത് ദാവീദിനോടൊരു ചോദ്യം, അല്ലയോ ദാവീദേ, നീ ചിന്ന കുളന്തയല്ലേ, നീ പോയി വല്ല ക്രിക്കറ്റും കളിയിടാന്ന്. ഗോലിയാത്തിന് ദാവീദിനോട് തോന്നിയ ആ സ്നേഹം പോലും ഒരുപക്ഷെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് കേട്ടാൽ അതിശയം. അതിലും ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്കറിയാമോ? ദാവീദ് ഒരുപക്ഷെ ദാവീദിന്റെ പപ്പയോട് പറഞ്ഞു കാണും, ആ പപ്പ, ഞാൻ ആടുമേക്കാൻ പോയപ്പോഴേ ഒരിക്കലൊരു സിംഹം എന്നെ കടിക്കാൻ വന്നു. അയ്യോ, അവിടെ ഒരു കരടി വന്നു. ഇവിടെയുള്ള അമ്മമാരോട് എന്റെ ചോദ്യം, നിങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു പട്ടി നിന്നു പിള്ളേരെ കടിക്കാൻ പോയെന്ന് വല്ലതും പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് പറയും ആ പിള്ളേരോട്? പപ്പമാരെന്ത് പറയും? എനിക്ക് 2 പിള്ളേരുണ്ട്, ഞാനാണെങ്കിൽ പറഞ്ഞേനെ, നീ ഇനി സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നീ വീട്ടിൽ മര്യാദക്കിരി, ആ പട്ടി ഒന്നും കടിച്ച് കുഴപ്പമുണ്ടാക്കല്ല എന്ന് പറയും. നിങ്ങളാണെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ ഒരു പോക്ക് പോകും, ടീച്ചറോട് 2 വർത്തമാനം പറയാം. ടീച്ചറെ HIJK LMNPQ RSTUVW XYZ ആ കാര്യങ്ങളൊന്നും വെളിയിൽ പറയാൻ പറ്റൂല. കാര്യം എന്ത്? നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പേപ്പട്ടിയുണ്ട്, പട്ടിയുണ്ട്, സുരക്ഷിതത്വമല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞ ആവേശമൊന്നും ഈശായിക്ക് തോന്നിയില്ല. ഈശായി പറഞ്ഞു, ദാവീദേ, നീ ഇങ്ങനെ ജോലിക്ക് പോകാൻ മടിച്ചിട്ട് ഓരോ കള്ളങ്ങളൊന്നും പറയരുത്. വനത്തിനകത്ത് കാട്ടിനകത്ത് സിംഹവും പുലിയും അല്ലാതെ പിന്നെ ഹെലികോപ്റ്റർ വരുമോ? ഓടിപ്പോടാ. പാവം ദാവീദ്, അവന്റെ സങ്കടങ്ങളെ കേൾക്കാൻ ആളില്ലാതെ, അവന്റെ പരാധീനതകളെ കേൾക്കാൻ ആളില്ലാതെ അവൻ എങ്ങനെ ഏകനായി വനാന്തരത്തിൽ ആടുമേച്ച് നടന്നു. കണ്ടോ? നമ്പർ 1, അവൻ ജീവിതത്തിൽ ബാല്യകാലത്തിൽ പരാജയപ്പെട്ട് തോറ്റുപോയവനാണ്. 2ാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടും. ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ദാവീദിന്റെ അപ്പനോടും അമ്മയോടും പറയാണ്, നിങ്ങളുടെ മക്കളിൽ ഒരാളെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്, എല്ലാത്തിനെയും വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞു. എന്നോടാറ്റാണ് പ്രവാചകം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അടുത്ത വീട്ടിലെ പിള്ളേരെയും കൂടെ പിടിച്ച് നിർത്തി കൊടുക്കുമായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ അഭിഷേകം പ്രാപിക്കട്ടെന്ന്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈശായി എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദിനെ മിസ്സാക്കി കളഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, എല്ലാ മക്കളും വന്നിട്ടുണ്ടോ നോക്കും, എല്ലാ മക്കളും വന്നിട്ടുണ്ടോ നോക്കും. ഉടനെ നോക്കി, ആ രാജേഷ്, സുഭാഷ്, സന്തോഷ്, മനോജ്, സുധീഷ്, രതീഷ് എല്ലാം ഉണ്ട്, പാസ്റ്ററെ എല്ലാം ഉണ്ട്. പാസ്റ്റർ പറഞ്ഞു, ഈശായെ നീ തമാശ വിടെ, എണ്ണി നോക്ക്, ഒരെണ്ണം മിസ്സിങ്. അയ്യോ, മൊബൈൽ ഫോൺ മറന്നു വെക്കുന്നത് പോലെ, കണ്ണാടി മറന്നു വെക്കുന്നത് പോലെ
കർച്ചീഫ് മറന്നു വെച്ചതുപോലെ ഈ നാണമില്ലാത്ത അപ്പനും അമ്മയും പറയാണ്, അയ്യോ ശരി തന്നെ പാസ്റ്ററേ, ശരി തന്നെ, ഒരാൾ മറന്നുപോയി കേട്ടോ. പപ്പയും അമ്മയും ഇവിടെ ഇരിക്കുന്നവര്, മക്കളെ നിങ്ങൾ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? ഇല്ല, മക്കളെ മറക്കില്ല. അതാണ് അപ്പൻ്റെ അമ്മയുടെയും പ്രത്യേകത. പക്ഷെ ആ മക്കൾ അപ്പനും അമ്മയും മറക്കും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. എങ്കിലും അപ്പനും അമ്മയും മക്കളെ മറക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ഈശായും ഭാര്യയും അഥവാ ദാവീദിന്റെ അപ്പനും അമ്മയും മകനെ മറന്നുപോയി. കണ്ടോ, ബാല്യകാലത്തിൽ ഒറ്റപ്പെട്ടു പോയവൻ, മറന്നുപോയവൻ, കുടുംബത്തിൽ മാതാപിതാക്കളാൽ ഒഴിവാക്കപ്പെടുകയോ മറന്നുപോവുകയോ ചെയ്തവൻ. എന്നിട്ട് അവൻ വിചാരിച്ചു, എന്റെ കഴിവ് തെളിയിച്ച് ഞാൻ കൊട്ടാരത്തിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി. കൊട്ടാരത്തിലാണ് ഇപ്പൊ ജോലി. ഗോലിയാത്തിനെ കൊന്നിട്ടാണ്. ഇപ്പൊ പ്രശ്നം തീർന്നോ? തീർന്നില്ല പ്രിയമുള്ളവരെ, തുടങ്ങിയതേ ഉള്ളൂ. ആരുടെ ജീവൻ രക്ഷിക്കാനാണോ ദാവീദ് ജീവൻ പണയപ്പെടുത്തിയത്, അതേ വ്യക്തി ഇപ്പൊ ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. ദാവീദ് തന്നെ പറയണം, ദൈവമേ ഞാൻ എന്ത് നശിച്ചവനാണല്ലേ, എവിടെ ചെന്നാലും എനിക്ക് തോൽവിയാണല്ലോ. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ചിലരങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ചില അമ്മമാർ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഏത് മകന് വേണ്ടി, ഏത് മകൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിതം പണയം വെക്കുന്ന തരത്തിൽ വളർത്തിയോ ആ മക്കളായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ തലവേദന. നിങ്ങൾ ആരെ സ്നേഹിച്ചോ ആ വ്യക്തി ആയിരിക്കാം നിങ്ങളെ ഇപ്പോൾ ഏറ്റവും അധികം വേദനപ്പെടുത്തുന്നത്. ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട. എല്ലാ ദിവസവും പരാജയത്തിന്റെ ദിവസങ്ങളല്ല. വിജയിപ്പിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വരും. വിജയിപ്പിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്നവരെ, എല്ലാ ദിവസവും പരാജയത്തിന്റെ ദിവസങ്ങളല്ല. ഈ പുതിയ വർഷത്തിൽ പുതിയ വിജയത്തിന്റെ രഥങ്ങളിലേറി സഞ്ചരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നിരുന്നൊരു കല്യാണം കഴിച്ച അവസാനം ആര്? ദാവീദ്. എന്ത് വിചാരിച്ചു? ഇനിയെങ്കിലും സന്തോഷമായിട്ട് പോകുന്നു. എവിടെ? ദാവീദിനും മീഖളിനും മക്കളില്ല. വചനം, മീഖൾ ദാവീദിനെ പ്രോത്സാഹിപ്പിക്കാത്ത ജീവിത പങ്കാളി. ദൈവ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തിട്ട് വന്ന ദാവീദിനെ അവൾ അപമാനിക്കുകയാണ്. തന്റെ ഭർത്താവ് ചെയ്തതിൽ അവൾക്ക് യാതൊരു അഭിമാനവും തോന്നിയില്ല, അപമാനമായിട്ട് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ദാവീദും മീഖാളും തമ്മിൽ രസച്ചേർച്ചയിലല്ലായിരുന്നു. നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ ദാവീദിനെ മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ശിശുവായിരുന്നപ്പോൾ, ബാലനായിരുന്നപ്പോൾ കാട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയവൻ, മുതിർന്നപ്പോൾ വീട്ടിൽ മാതാപിതാക്കളായി മറന്നുപോയവൻ, കൊട്ടാരത്തിൽ ജോലിക്ക് പോയപ്പോൾ ജീവൻ കൊടുത്തവനാൽ ചതിക്കപ്പെട്ടവൻ, കുടുംബജീവിതത്തിൽ ഭാര്യയാൽ റിജക്റ്റ് ചെയ്യപ്പെട്ടവൻ. ഈ ഒരു ദാവീദ് നിങ്ങളോട് ഈ പകൽ വിളിച്ചു പറയുന്നത്, അല്ലയോ സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ തീർത്തും പരാജയപ്പെട്ടവനായി മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക, ഈശായുടെ മകനായി, മീഖളിന്റെ ഭർത്താവായി ഏതോ വനാന്തരത്തിൽ കിടന്നാണ് ദാവീദ് മരിച്ചെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദാവീദ് ഈ തകർച്ചയിലും ഈ പരാജയത്തിലും ദൈവത്തോടൊപ്പം നടക്കുവാൻ തീരുമാനിച്ചു. ദൈവത്തോടൊപ്പം ദാവീദ് നടക്കുവാൻ തീരുമാനിച്ചു. ദാവീദിന്റെ ചരിത്രം അവസാനിക്കുന്നത് 12 ഗോത്രങ്ങളെ ഭരിച്ച മഹാനായ ഇസ്രായേലിന്റെ ചക്രവർത്തി എന്നുള്ള പദവിയിലെത്തിയതിനു ശേഷമാണ്. തനിക്ക് ശേഷം തന്നോളം തടിമിടുക്കുള്ള മകനെ രാജാവായി അഭിഷേകം ചെയ്തിട്ടാണ്. എക്കാലത്തെയും യഹൂദന്റെ പ്രത്യാശയായ യെരുശലേം ദേവാലയം പണിയാനുള്ള ആളും അർത്ഥവും ശേഖരിച്ചു വെച്ചിട്ടാണ് എക്കാലത്തെയും ഇസ്രായേലിന്റെ മികച്ച ഭരണാധികാരിയായിട്ടാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ അത് അവസാനിക്കുന്ന ദിവസമാണിന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ തിരിച്ചടികൾക്ക് വിരാമം വരുന്ന പകൽക്കാലമാണ്. പിന്നെയും 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 ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ തീരുമാനിക്കുക. ഈ പകൽ ചില വ്യക്തികളുടെ പരാജയങ്ങൾ യേശു എടുത്തു മാറുന്ന പകൽ. യെസ്, ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ചില പരാജയങ്ങൾ ഓടി മാറുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു. കാരണം നാം ഒറ്റയ്ക്കല്ല. വിജയിപ്പിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്.
മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ആ കരങ്ങളൊക്കെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഏകാഗ്രഹൃദയമായിട്ട് കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഒരു പ്രാവശ്യം കൂടെ കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാനിത് പറയുമ്പം ഓർത്തു പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഒരു കൊച്ചുദാഹരണം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണേ. എനിക്കൊരു സഹോദരിയുണ്ട്, അവൾക്കൊരു മകനുണ്ട്. ഞാൻ ബാച്ചിലർ, കല്യാണം എൻ്റെ വിവാഹത്തിന് മുമ്പേ ഉള്ള കഥയാണ്. അപ്പോൾ ഇവൻ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് ഈ ആഴ്ചയിലൊരിക്കൽ അവൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇവനെയും കൊണ്ട് ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങും. എനിക്കറിയാമല്ലോ ചിലർക്കൊക്കെ ഈ നമ്മുടെ സഹോദരിമാരുടെ മക്കളെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമല്ലോ കുറേ കാലം. നമ്മുടെ കല്യാണം വരെ അതൊക്കെ ഉള്ളൂ. എന്തായാലും ഇവനൊരു സ്മാർട്ടാണ്. ഇന്നവന് 10-18 വയസ്സുണ്ട്. അപ്പോൾ അവനൊരു 3-4 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം അവർ വീട്ടിൽ വന്നു. ആ സമയത്താണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ബിഗ് ബസാർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതിനകത്ത് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുന്ന പടിയുണ്ട്, എസ്കവേറ്റർ കണ്ടിട്ടില്ലേ? അതിങ്ങനെ പോകും. അപ്പൊ ഇതിൽ കയറാൻ ഇവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിവനെ കൊണ്ടുപോകും ഇടയ്ക്ക്. അപ്പോൾ താഴത്തെ നില മുതൽ മുകളിലറ്റം വരെ 4ാമത്തെ നില വരെ ഇതിലിങ്ങനെ പോകും. അടുത്ത് പോവും. ഇങ്ങനെ ഒരു റൗണ്ട് കറങ്ങി സമാധാനമായിട്ട് അവൻ തിരിച്ചു വരും. അവനത് ഭയങ്കര ഇൻട്രസ്റ്റ്. ചെലവില്ലാത്ത കാര്യമല്ലേ, ഞാനും പോവും. ഒരു ദിവസം ഇവനെയും കൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ആ പടി കയറി പടിക്കടി ഇങ്ങനെ പൊങ്ങി പല നിലകളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാം ഇവന്റെ കയ്യിൽ 1-2 സാധനങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരു കിറ്റ്കാറ്റ്, ഒരു മറ്റൊരു മുട്ടായി, ഒരു ബിസ്ക്കറ്റ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളും. അവനാൾ സ്മാർട്ടാണ്. അതുകൊണ്ട് അവൻ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ബില്ലിടുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ഇതങ്ങോട്ട് ബില്ലിടാൻ പറഞ്ഞു. അങ്ങനെ അവള് ബില്ലിട്ടു. ബില്ല് എൻ്റെ അടുത്തും തന്നു, പേ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബില്ല് ഇങ്ങനെ വാങ്ങിച്ചു നോക്കി. ചെറിയൊരു തുകയാണ്, 50-60 രൂപ കൊടുത്തിട്ട് ബില്ലും സാധനവും ഇവനെയും കൊണ്ട് ഞാനിങ്ങനെ നടന്നു വരികയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവനെ ഒരു ചെറിയ പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് അവനോട് പറഞ്ഞു, മോനെ, നമ്മൾ ഈ കടയിൽ കയറി സാധനം വാങ്ങിച്ചപ്പോ ഇത്ര രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഇത്ര രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് നിനക്കറിയാമോ? നീ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചുള്ള പണം നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് നീ ചെക്ക് ചെയ്തോ? യഥാർത്ഥത്തിൽ നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ? ആ ക്യാഷ് കൗണ്ടറിലെ പെണ്ണ് പൈസ ഉണ്ടോ എന്നോടൊന്ന് ചോദിച്ചെങ്കിൽ നീ നാണം കെട്ടു പോകില്ലായിരുന്നോ? നീ എന്തിനാണ് അങ്ങനെ ആലോചിക്കാതെ സാധനമൊക്കെ എടുത്തത് എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇവൻ എന്നോട് പറയും, സോറി അങ്കിൾ, ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മുതൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വിചാരിച്ച് അത് കേൾക്കാനായി ചെവിയൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ഇവന്റെ അടുത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇവനും ഞാനും ഇങ്ങനെ നടന്നു വരെയല്ലേ, അവൻ പെട്ടെന്ന് എന്റെ കൈ വിടുവിപ്പിച്ചിട്ട് എന്റെ മുഖത്തോട്ട് നോക്കി ഒരു ചോദ്യം, അല്ല എന്റെ കയ്യിൽ എന്തിന് പൈസ വേണം? ഞാൻ എന്തിന് പൈസ കൊണ്ട് നടക്കണം? ഒരുപാട് പൈസയുള്ള ഒരു അങ്കിളിനെ കൊണ്ട് നടന്നാ പോരെ ഞാൻ?
25 വർഷം ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, 20 വർഷം കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, ജന്മനാ ക്രിസ്ത്യാനികളെന്ന് അഭിമാനം കൊള്ളുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇതുവരെ അത് തോന്നിയോ? നിങ്ങളുടെ കയ്യിൽ ഒന്നും വേണ്ട, വിജയിപ്പിക്കുന്ന കർത്താവിനെ കൂടെ കൊണ്ട് നടന്നാൽ മതി. നമ്മുടെ കയ്യിലെല്ലാം വേണമെന്നില്ല, എല്ലാമുള്ള കർത്താവിനെ കൊണ്ട് നടന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ സൗഖ്യം വേണമെന്നില്ല, സൗഖ്യദാതാവിനെ കൊണ്ട് നടന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വേണമെന്നില്ല, സമ്പത്തുള്ള കർത്താവിനോടൊപ്പം നടന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ സമാധാനം വേണമെന്നില്ല, സമാധാന ദാതാവിനെ കൊണ്ട് നടന്നാൽ മതി. ഹല്ലേലൂയ. ഇന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദാരിദ്ര്യം പറയാനുള്ള ദിവസമല്ല, എല്ലാമുള്ള കർത്താവുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ടുന്ന ദിവസം. ഓ ജീസസ്. ഒന്നുകൂടെ പറയാം. ഈ ഓൺലൈനിൽ ഇരിക്കുന്നവർ കേൾക്കാൻ ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ മറ്റുള്ള ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഒന്നുമില്ല എന്ന് പറയാനുള്ള, കരയാനുള്ള ദിവസമല്ല ഇന്ന്. എല്ലാം സമൃദ്ധിയായി നൽകുന്ന കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുന്ന ദിവസം. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പരിവർത്തനത്തിന്റെ ദിവസമായി മാറട്ടെ. ഇന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന ദിവസമായി മാറട്ടെ. ഇന്ന് പരാജയങ്ങളെ എടുത്തു മാറ്റിയിട്ട് വിജയിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. വായിച്ച വചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ സങ്കീർത്തനത്തിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന്. ഈ സങ്കീർത്തനം എഴുതിയ ആളിന്റെ അവസ്ഥ എത്രമാത്രമാണെന്ന്. വേദനയിലും സങ്കടത്തിലും ഒറ്റപ്പെടലിലും തോൽവിയിലും നിൽക്കുമ്പോൾ ആരാണോ വിജയിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്നത്, അവർക്കൊരു പുതിയ ഗാനം പാടുവാനുണ്ട്. ഈ ദൈവം എങ്കിലേക്ക് വന്നു എന്നെ വിജയിപ്പിച്ചു എന്നുള്ള ഗാനം. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ജീവിതത്തിലെ പ്രതിസന്ധി കണ്ട് പകച്ചു നിൽക്കുന്നവരെ, ജീവിതത്തിലെ പ്രതിസന്ധി കണ്ട് അറച്ചു നിൽക്കുന്നവരെ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കാകുലരായി നിൽക്കുന്നവരെ, ചുറ്റും നോക്കണ്ട, അവിടെ ശൂന്യതകൾ മാത്രമായിരിക്കും. പിന്നെയോ ആ ചുറ്റുമുള്ള നോട്ടം നിർത്തിയിട്ട് ഉയരത്തിലേക്കൊരു നോട്ടം കൊടുക്കണം. അവിടെ വിജയിപ്പിക്കുന്ന ഒരത്ഭുതകരം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ചുറ്റും നോക്കണ്ട. ഈ പകൽ ചുറ്റും നോക്കുന്നത് നിർത്തിയിട്ട് ഉയരങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ അത്ഭുതത്തിന്റെ വിജയത്തിന്റെ കരവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ അതിലാദ്യത്തെ വരി തുടങ്ങുന്നത് തന്നെ നിന്നാൽ എന്നുള്ളതാണ്. എങ്ങനെയാണ്? നിന്നാൽ. അതിനർത്ഥം എന്താണ്? ഞാൻ അതാണ് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. നിന്നാൽ എന്ന് പറഞ്ഞാൽ തനിക്ക് ഒറ്റയ്ക്ക് കഴിയും എന്ന പ്രഖ്യാപനമല്ല, താൻ ഒറ്റയ്ക്ക് നേടും എന്ന ആത്മവിശ്വാസമല്ല, പിന്നെയോ ഇനി ഒരു കാര്യം തന്റെ കൂടെ ഉള്ളതുകൊണ്ട്, ഇനി ഒരു ശക്തി കേന്ദ്രത്തിന്റെ തണലിലാണ് താൻ എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എവറസ്റ്റ് കീഴടക്കാൻ പോയവരെ പറ്റി ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ആരാണ് എവറസ്റ്റ് കീഴടക്കാൻ പോയത്? പിള്ളേർക്ക് ആർക്കെങ്കിലും അറിയാമോ? എഡ്മണ്ട് ഹിലാരി. താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. ഈ എഡ്മണ്ട്, അദ്ദേഹം പർവ്വതങ്ങളെ കാണുമ്പോൾ, എവറസ്റ്റിനെ കാണുമ്പോൾ അത് കീഴടക്കണമുള്ള മോഹം അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ ആർത്തിയോടെ, വളരെ താല്പര്യത്തോടെ അദ്ദേഹം എങ്ങനെ ഇത് കീഴടക്കുമെന്ന് എപ്പോഴും ചിന്തിക്കുമെന്ന്. 8 കിലോമീറ്ററോളം, അതിനേക്കാൾ ഉയരം 8.848 ആണെന്ന് തോന്നുന്നു, മറന്നുപോയി ഞാൻ. അത്രയും ഉയരമാണ് ഈ എവറസ്റ്റ് കൊടുമുടിക്കുള്ളത്. ഇത് കയറുക അസാധ്യമായ കാര്യമാണ്.
പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിങ്ങനെ ഉടക്കിപ്പോയി. എവറസ്റ്റിന്റെ മുകളിൽ കയറുക, ലോകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത സാഹസികമായ കാര്യം ചെയ്യുക എന്നുള്ള വലിയ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. ചിലരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കയറിപ്പറ്റിയാൽ അത് പ്രാവർത്തികമാക്കിയിട്ടേ അടങ്ങുള്ളൂ. നിശ്ചയദാർഢ്യമുള്ളവരുടെ പ്രത്യേകതയാണത്. ഇദ്ദേഹം നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം അങ്ങനെ എവറസ്റ്റ് കീഴടക്കാനായിട്ട് കടന്നുപോയി. ഏകദേശം ഒരു 30 to 40% എവറസ്റ്റ് കയറി. 40% കയറി ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ വിചാരിച്ചതിനേക്കാളും തണുപ്പാണ് ഇവിടെ. കടുത്ത തണുപ്പ്. -60, 70, 80 ഡിഗ്രീസ്. വെള്ളം ഐസായി മാറാൻ 0 ഡിഗ്രി മതി. അപ്പോഴത്തേക്കും എന്താവും? ഐസ് ആവും. -40, 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഐസിനേക്കാളും തണുപ്പെന്നർത്ഥം. ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ. തണുപ്പ് തുടങ്ങി. അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല. കടുത്ത തണുപ്പ്. പോരാത്തതിന് ഉയരം കൂടുന്തോറും ഓക്സിജന്റെ ലെവൽ കുറഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, 2 അടി മുകളിലോട്ട് കയറും, 2 അടി പുറകിലോട്ട് ആരോ വഹിക്കുന്നത് പോലെ മുട്ടുവേദനയും മറ്റ് പ്രയാസങ്ങൾ വന്നു. കയറാൻ പറ്റുന്നില്ല, കയറ്റം കയറാൻ പറ്റുന്നില്ല. നാലാമത്തെ പ്രശ്നം, ഈ ക്ഷീണത്തിന്റെ മധ്യേ അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയാമോ? ഇതിനു മുമ്പ് എവറസ്റ്റ് കയറി തണുത്ത് മരിച്ചു പോയവരുടെ ഡെഡ് ബോഡീസ് അവിടെ കിടപ്പുണ്ട്. ഫ്രീസറിനകത്ത് വെച്ചിരിക്കും പോലെ, ഇത്രയും തണുപ്പുള്ളതുകൊണ്ട് ഫ്രീസറിനകത്ത് കിടക്കും പോലെ ഇന്നലെ വെച്ചതുപോലെ അവരെല്ലാം കിടപ്പുണ്ട്. അങ്ങനെ ഡെഡ് ബോഡീസ്. ഇദ്ദേഹത്തിന്റെ ടെൻഷൻ വർദ്ധിച്ചു. അയ്യോ, ഇനി ഞാൻ കേറൂലേ? ഞാൻ ഇവന്മാരെ പോലെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമോ എന്ന് വിചാരിച്ച് മനസ്സിന് ടെൻഷനുണ്ട്. എന്നാൽ തന്റെ ഉദ്യമം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തിരികെ അദ്ദേഹം ഇറങ്ങി. അതിന്റെ ബേസിലെത്തിയപ്പോൾ, എവറസ്റ്റിന്റെ ബേസിലെത്തിയപ്പോൾ നാട്ടുകാരും ഫ്രണ്ട്സും സുഹൃത്തുക്കളും അങ്ങനെയുള്ള ടീമെല്ലാം കാത്തിരുന്നിട്ട് പറഞ്ഞു, എഡ്മണ്ട്, വി ആർ റിയലി സോറി. നീ ഒരു സത്യം തിരിച്ചറിയണം. ലോകത്തിൽ ഒരു മനുഷ്യനും ഇതുവരെ എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല. ഏതെങ്കിലും മനുഷ്യൻ അത് കീഴടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്നെക്കാളും ബുദ്ധിയുള്ളവർ, നിന്നെക്കാളും ശക്തർ, നിന്നെക്കാളും സമ്പന്നർ, നിന്നെക്കാളും അറിവുള്ളവർ, നിന്നെക്കാളും കഴിവുള്ളവർ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവർ അത് ചെയ്യുമായിരുന്നു. നിനക്കതിന് കഴിയില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോക, എവറസ്റ്റ് കയറുക എന്നുള്ള നിന്റെ സ്വപ്നം നീ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. എഡ്മണ്ട് ഒന്നും മിണ്ടിയില്ല, എന്ന് ഒന്നും പറഞ്ഞില്ല. ശരി, സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഇവൻ തോറ്റെന്ന് കരുതി തന്റെ പരാജയം മനസ്സിലാക്കി മറ്റ് സ്വപ്നങ്ങളിലേക്ക് വഴിമാറുമെന്ന് പറഞ്ഞ് ആളുകളും പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം കുറച്ച് പുറകിലോട്ട് പോയെന്ന്, കുറച്ചും പുറകിലോട്ട് പോയെന്ന്, പിന്നെയും കുറച്ച് പുറകിലോട്ട് പോയെന്ന്, എവറസ്റ്റിനെ ഒന്ന് കാണത്തക്കവണ്ണമുള്ള ഒരു സ്ഥലത്തോട്ട്, എവറസ്റ്റിനെ കാണത്തക്കവണ്ണ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നിന്നിട്ട് ആ എവറസ്റ്റിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്ന്, അല്ലയോ എവറസ്റ്റ്, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ തോറ്റ് പിന്മാറുകയാണെന്ന്? ഇല്ല. കാരണം നിനക്കിനി വളരാൻ കഴിയില്ല, എനിക്ക് ഇനിയും വളരാൻ കഴിയും. ഞാൻ ഒരു ദിവസം വളർന്ന് നിന്നെ വന്ന് കീഴടക്കും. ഈ വാക്കുകൾ കേട്ട് അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. അവര് വിചാരിച്ചു തോറ്റതിന്റെ ടെൻഷനിൽ എന്തോ വിളിച്ചു പറയുന്നു, പോട്ടെ പാവോന്ന്. പക്ഷേ എഡ്മണ്ട് പറഞ്ഞ വാക്കുകൾ ശക്തിയുള്ളതായിരുന്നു. എവറസ്റ്റ് അന്നും ഇന്നും വളർന്നിട്ടില്ല, അതങ്ങനെ തന്നെ. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി വളർന്നു, മനുഷ്യന്റെ കഴിവുകൾ വളർന്നു. ഓരോ വെല്ലുവിളികളെ നേരിടാൻ മനുഷ്യൻ പഠിച്ചു. ഒന്ന്, തണുപ്പെന്ന വെല്ലുവിളി നേടുവാൻ തണുപ്പിനെ ചെറുക്കുന്ന വസ്ത്രങ്ങൾ എഡ്മണ്ട് ശേഖരിച്ചു. ഉയരം കൂടുന്തോറും ഓക്സിജൻ കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് ഓക്സിജൻ സിലിണ്ടർ പുറകിൽ കെട്ടിവെച്ച് ആ പ്രതിസന്ധിയെ പരിഹരിച്ചു. 2 അടി പോകുമ്പോൾ 3 അടി പുറകിലോട്ട് വരാൻ ശ്രമിക്കുന്ന ആ പ്രയാസം മറികടക്കുവാൻ ഐസിൽ
കുത്തി നടക്കുവാനുള്ള വാക്കിംഗ് സ്റ്റിക്ക് കൈകളിലേന്തി. ഹല്ലേലൂയ. കൃത്യം 2 വർഷത്തിന് ശേഷം താൻ പരാജയപ്പെടുന്നത് നോക്കി നിന്ന ജനം അതേ 2 വർഷത്തിന് ശേഷം നോക്കി നിൽക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ മനുഷ്യൻ എന്നുള്ള ഖ്യാതി ഇതേ എഡ്മണ്ട് നേടിയെടുക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തോട് നിങ്ങൾ വിളിച്ചു പറയണം, പ്രശ്നമേ ഇനി നിനക്ക് വളർച്ചയില്ല. പിന്നെ വളരുന്നതോ പ്രശ്ന പരിഹാരകൻ എന്റെ ഉള്ളിൽ വളരും. പ്രശ്ന പരിഹാരകൻ എന്റെ ഉള്ളിൽ വളരും. പ്രശ്നങ്ങൾക്ക് ഇനി വളർച്ചയില്ല. അതതിന്റെ മാക്സിമമായി. നിന്റെ തോൽവി അതിന്റെ മാക്സിമമായി. നിന്റെ തകർച്ച അതിന്റെ മാക്സിമമായി. നിന്നെ പറ്റിയുള്ള അപവാദ പ്രചരണങ്ങൾ അതിന്റെ മാക്സിമമായി. ഇനി വളരുന്നതോ പ്രശ്ന പരിഹാരം എന്നിൽ വളരുന്നു. പ്രശ്ന പരിഹാരകൻ എന്നിൽ വളരുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. എനിക്ക് ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. 1 2 3 സ്റ്റാർട്ട്. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആരാധനൈ 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 യേശു രാജാവിനെ. ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. ചേർന്ന് പാടാം. എല്ലാ നാവും പാടി പുകഴ്ത്തിടും ഞാൻ. എല്ലാ നാവും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി രാജാവിനെ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥാ. ചേർന്ന്. ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. എനിക്ക് ആരുള്ളൂ എൻ ദൈവമേ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി രാജാവിനെ. ആരാധന. സ്തുതി രാജാവിനെ. എന്റെ ബലവും എന്റെ കോട്ടയും എന്റെ സങ്കേതവുമാണ്. കരമടിച്ചൊരു നല്ല ഹല്ലേലൂയ. ഞങ്ങളുടെ ബലമായ ദൈവമേ, ഞങ്ങളുടെ സങ്കേതമാകുന്ന ദൈവമേ, we love you Jesus. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയണം, ഉറങ്ങിക്കിടക്കുന്ന
നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തട്ടി ഉണർത്തിയിട്ട് ഇന്ന് പറയണം, എടോ നമ്മുടെ പ്രശ്നങ്ങൾ ഇനി വളരില്ല. ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ തലച്ചോറിനെ വിളിച്ചുണർത്തിയിട്ട് ഇന്ന് നിങ്ങൾ പറയണം, എടോ ഇനി വളരുന്നത് പ്രശ്ന പരിഹാരകൻ എന്നിൽ വളരുന്നു. ഇനി പ്രശ്ന പരിഹാരകൻ എന്നിൽ വളരുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചലും. പറഞ്ഞോ. ഇപ്പോൾ തന്നെ മനസ്സിൽ ആ പ്രതിസന്ധിയെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ പരാജയങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങളുടെ കണ്ണോട്ടത്തിൽ മനസ്സിലേക്ക് ആ പരാജയങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞോ, ഇനി ദൈവത്താൽ ഞാൻ ഈ മതിലുകളെ ചാടിക്കടക്കാൻ പോകുന്നു. ദൈവത്താൽ ഞാൻ ഈ മതിലുകളെ ചാടിക്കടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കമോൺ. വിജയിക്കണമെങ്കിൽ വിജയിക്കുന്നൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. എന്താണ് മനോഭാവം? മനസ്സിന്റെ ഭാവമാണ് മനോഭാവം. ചിലരെ കാണുമ്പോൾ തന്നെ ഒരു തോൽവിയുടെ മനോഭാവമാണ്. നമ്മൾ പോക്ക് കേസ് അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടൂല. എന്റെ പാസ്റ്റർ, എന്റെ കാര്യം പോക്ക്. ഇവര് തന്നെ റിസൾട്ട് അടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ തോൽവിയുടെ മനോഭാവമുള്ളവരെ ജയിപ്പിക്കാൻ പ്ലീസ് ആർക്കും പറ്റില്ല. പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ജയത്തിന്റെ ഒരു മനോഭാവം നിങ്ങളിൽ വരണം. ഇടയ്ക്കിടയ്ക്ക് നമ്മിൽ തന്നെ നോക്കാതെ മുകളിലോട്ട് കൂടി ഇടയ്ക്ക് നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. നിങ്ങളിൽ നോക്കിയാൽ എന്ത് കാണും? നിങ്ങളുടെ പഴയ ശോക അവസ്ഥ കാണും. നിങ്ങളിൽ തന്നെ നോക്കിയാൽ എന്ത് കാണും? പഴയ പരാജയം കാണും. നിങ്ങളിൽ തന്നെ നോക്കിയാൽ എന്ത് ചെയ്യും? മൊത്തം സീനാണ്. എന്നാൽ ഉയരത്തിലേക്ക്, ദൈവത്തിലേക്ക് നോക്കിയാൽ തുറന്നിരിക്കുന്ന ഒരു വിജയിക്കുന്ന കരം കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജയിക്കുന്ന മനോഭാവം അതറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഈ നാട്ടിൽ നിന്നാൽ പോരെ, ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോകണം. വരൂ, നമുക്ക് കാട്ടിൽ പോവാം. അവിടെ ചെന്നെന്താ അറിയാമോ? നല്ല മനോഭാവം എങ്ങനെ വളർത്തണമെന്ന് മൃഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും. കമോൺ. നമ്മൾ കാട്ടിലോട്ടം കൂടി ചെന്നിട്ട് നമ്മൾ വിചാരിക്കും ഈ കാട്ടിലെ രാജാവെന്ന് പറയുന്ന കക്ഷി മിക്കവാറും ആനയായിരിക്കും എന്ന് വിചാരിക്കും. കാരണം ഉള്ളതിൽ വലിപ്പമുള്ള അവനാണല്ലോ. അതുകൊണ്ട് കാട്ടിലെ രാജാവ് ആരായിരിക്കും? ആനയായിരിക്കും. അങ്ങനെ നമ്മൾ ആനയടുത്ത് നിന്ന് ചോദിക്കും, ആനേ താങ്കളാണോ കാട്ടിലെ രാജാവ്? ആന പുഞ്ചിരിച്ചിട്ട് പറയും, വലിപ്പത്തിൽ ഞാനാണെങ്കിലും ഇവിടെ രാജാവായിട്ട് മറ്റുള്ള മൃഗങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത് ആരെയെന്നറിയാമോ? സിംഹത്തെയാണ്. കാര്യമെന്നറിയാമോ? അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾ ബാക്കിയുള്ളവർ ഒതുക്കി പോവുകയാണ്. അവന്റെ നടപ്പ്, അവന്റെ നോട്ടം, അവന്റെ ഭാവം, അവന്റെ ആ ഗർജനം കേൾക്കുമ്പോൾ തന്നെ അതൊരു വിജയത്തിന്റെ ഒരു ഭാവമാണ്, ഒരു നേതാവിന്റെ മനോഭാവമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയെന്നറിയാമോ? ഒരു സിംഹത്തെക്കാളും 50 ഇരട്ടി വലിപ്പമുള്ള ആനയാണ്. ഈ ഇരട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സിംഹത്തെക്കാളും 50 ഇരട്ടി വലിപ്പമുള്ള ആന വരെയുണ്ട്. പക്ഷേ കാട്ടിലെ രാജാവ് വലിപ്പത്തിന്റെ അനുസരിച്ചല്ല, മനോഭാവത്തിന്റെ അനുസരിച്ച് സിംഹമാണ്. ഇന്ന് നിങ്ങളുടെ മനോഭാവം നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങളുടെ സംസാരത്തിനകത്ത് ഒരു വിജയത്തിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റത്തിനകത്ത്, നടത്തത്തിൽ ഒരു വിജയത്തിന്റെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ കാട്ടിലോട്ട് പോയി അടുത്തൊരു മൃഗത്തെ കണ്ടു കേട്ടോ. അടുത്ത മൃഗത്തോട് ചോദിച്ചു നോക്കണം, കാട്ടിലെ ഏറ്റവും സിംഹത്തോട് ചോദിച്ചാൽ സിംഹം പറയും, സിംഹത്തിന്റെ അടുത്ത്, സിംഹമേ നിങ്ങളാണല്ലോ ഇവിടുത്തെ രാജാവ്, പക്ഷേ ഇവിടുത്തെ ഏറ്റവും വേഗതയുള്ള ആൾ നിങ്ങളായിരിക്കും അല്ലേ? സിംഹം പറയും, കമോൺ കമോൺ, ഞാൻ രാജാവ് തന്നെ, പക്ഷെ വേഗതയുള്ളത് എനിക്കല്ല, അത് ചീറ്റയ്ക്കാണ്, ചീറ്റയ്ക്ക്.
ചീറ്റയോട് നമ്മൾ എന്ന് ചോദിക്കും, ചീറ്റ് നീ വേഗതയുള്ള ആളല്ലേ, ഒപ്പം സൗന്ദര്യവും നിനക്കായിരിക്കും അല്ലേ? നമ്മൾ അയ്യോ എനിക്കല്ല, സൗന്ദര്യം കൂടുതൽ മയിലിനാണ്. മയിലിനോട് ചെന്ന് ചോദിക്കും, മയിലെ നീ സൗന്ദര്യമുള്ളതുപോലെ നീ പാടാനും മിടുക്കനാണല്ലേ? മയിൽ പറയും, ഇല്ല, അതിന് കുയിലിനാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് പാടുന്നവനാണ് രാജാവെങ്കിൽ കുയിലാകുമായിരുന്നു, സൗന്ദര്യമാണ് ഘടകമെങ്കിൽ മയിലാകുമായിരുന്നു, വലിപ്പമാണ് ഘടകമെങ്കിൽ ആനയാകുമായിരുന്നു, ഓട്ടമാണ് വേഗതയാണ് ഘടകമെങ്കിൽ ചീറ്റയാകുമായിരുന്നു. പക്ഷേ കാട്ടിലെ രാജാവ് ഇതൊരു ഗണത്തിലും പെടാത്ത മനോഭാവം കൊണ്ട് രാജാവായ ഒരുത്തനാണ് സിംഹം എന്ന് പറയുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടാക്കട താലൂക്കുകാർക്ക് മനസ്സിലായല്ലോ, വേഗത കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും കഴിവ് കൊണ്ടും മിടുക്കന്മാർ പലരും നിങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നിരിക്കും. മിടുക്കന്മാരും മിടുമിടുക്കന്മാരും സമ്പന്നരും നിങ്ങളുടെ താലൂക്കിലെ താമസക്കാരായിരുന്നിരിക്കും. പക്ഷേ വിജയിക്കുന്ന മനോഭാവമുള്ള നീ വിജയിച്ചു കൊണ്ടേയിരിക്കും. കാരണം വിജയം സമ്പത്തിനെ ആശ്രയിച്ചല്ല, വിജയം പുരോഗതി ആശ്രയിച്ചല്ല, വിജയം ആരോടൊപ്പം സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നാം വിജയിക്കുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർ കരമുയർത്തി കർത്താവിനോട് നല്ലൊരു സ്തോത്രം കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ പ്രസംഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നു. ഒരല്പം ഫാസ്റ്റായിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്, തീരില്ല. അപ്പൊ വിജയിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും ഇത് മറന്നു പോകുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആവശ്യമായ ഒന്നാമത്തെ ഒരു ഘടകം, we should have a God-centered life. എന്താണ്? ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചില്ല, 2-3 വരി മാത്രമേ പഠിച്ചുള്ളൂ. ഞങ്ങൾ ബോയ്സ് കണക്ക് പീരീഡ് അടുത്ത ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് ഒരു കുത്തു കൊടുക്കാനും, നിങ്ങൾ ഗേൾസ് വൃത്തം വരയ്ക്കാനും ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ? കോമ്പസ് എന്ന പേര്. ആ സാധനം ഇങ്ങോട്ടെടുത്ത് ഒരു സൈഡിൽ ഒരു പെൻസിലും മറ്റേ സൈഡ് ഒരിടത്ത് ഉറപ്പിച്ചിട്ട് ഒരു വൃത്തം ഇങ്ങനെ കണക്ക് സാറ് പറയുന്നതിനനുസരിച്ച് നമ്മൾ വരയ്ക്കും. എനിക്ക് ആകപ്പാടെ കണക്കിൽ അറിയാമെന്നുള്ള ഒരേ ഒരു കാര്യം ഈ വൃത്തം വരപ്പ് മാത്രമാണ്. കിട്ടുന്ന മാർഗം അതുപോലെ ആയതുകൊണ്ട് വരയ്ക്കാൻ ഈസി ആയിരുന്നു. പക്ഷെ ഇന്ന് മറിഞ്ഞിടാത്തൊരു കാര്യം, ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിച്ചതെന്ന സൈനും തീറ്റയും ലസാഗുവും ഉസാഗും ഒന്നും കഴിഞ്ഞ 44 വർഷം കൊണ്ട് ഒരിടവും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അക്ബർ മരം നട്ടു, ഷാജഹാൻ മരം പിഴുതു. ആ ക്ഷേത്രത്തിന് 36 അറയുണ്ട്, ഇവിടെ 46 കല്ലുണ്ട്. സത്യം, ഇതുവരെ ഒരിടവും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തിന് പഠിച്ചു എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ സാധനം ഒരു സൈഡിൽ പെൻസിലും വെച്ച് ഒരു വൃത്തം വരച്ചാൽ, കോമ്പസസ് ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചാൽ എത്ര സമയം വേണമായിരിക്കും ഒരു വൃത്തം വരയ്ക്കാൻ? 5-6 സെക്കൻഡ് അല്ലേ? എന്നാൽ ഈ കോമ്പസസിന്റെ മറ്റേ ഭാഗം ഒരിടത്തും സെന്റർ ചെയ്യാതെ, ഒരിടത്തും സ്പർശിക്കാതെ ശൂന്യതയിൽ നിർത്തിയിട്ട് ഒരു വൃത്തം വരയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഞാനൊക്കെ ആണെങ്കിൽ വരച്ചിട്ട് താഴെ എഴുതേണ്ടി വരും ഇത് വൃത്തമാണെന്ന്. സത്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വൃത്തത്തിനൊരു രൂപഭംഗി വരികയില്ല. ഇനി വന്നാൽ തന്നെയും അത് പല പ്രാവശ്യവും റബ്ബറിട്ട് മായ്ച്ചിട്ടേ അത് വരുത്താൻ കഴിയുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കേന്ദ്രം, ജീവിതത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ദൈവത്തിൽ ഉറക്കാത്തിടത്തോളം കാലം ആ ജീവിതം രൂപഭംഗിയിൽ വരികയില്ല, ജീവിതത്തിനൊരു ഷേപ്പ് വരികയില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലർ
ഇന്നൊരു പുതിയ തീരുമാനമെടുക്കണം. എന്റെ ജീവിതം ഇന്ന് മുതൽ ഗോഡ് സെന്റേഡ് ലൈഫായിരിക്കും. ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കും എന്റേത്. എന്താണ് ദൈവ കേന്ദ്രീകൃതമായ ജീവിതം? ചിലർക്ക് പണ കേന്ദ്രീകൃതമായ ജീവിതമാണ്. എന്ത് പറഞ്ഞാലും പണത്തിൽ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. പൈസ വിട്ടൊരു കളിയില്ല. ചില ചേട്ടന്മാർക്കെല്ലാം മാർക്കറ്റിൽ നെത്തോലിയും ചാളയും അല്ലാതെ വേറെ ചില മീനുണ്ടെന്ന് അറിയുക പോലുമില്ല. ചില അമ്മച്ചിമാർക്കെല്ലാം കഞ്ഞി അല്ലാതെ വേറൊരു ഫുഡ് ഉണ്ടോ എന്ന് അറിയുക പോലുമില്ല. ഒന്ന് വിശന്നാലും ഒന്നും ഉണ്ടാക്കാതെ ശേഖരിച്ച് 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 വെക്കും. എന്നിട്ട് ഈ ശേഖരിച്ചതിനെ ചൊല്ലിയാണ് അടുത്ത തലമുറ അടിച്ച് ചാവുന്നത്. ശരിയല്ലേ? നിങ്ങളിൽ ചിലർ ഇപ്പോൾ എന്നെ നോക്കാതെ തറയിലോട്ട് നോക്കുന്നത് ഞാൻ വെളിപ്പാട് കാണുന്നുണ്ട്. വേണ്ട, ഞാൻ വിചാരിക്കും നിങ്ങളായിരിക്കും അങ്ങനത്തെ ആളുകൾ. അതുകൊണ്ട് വേണ്ട, ചുമ്മാ എന്നെ തന്നെ നോക്കി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇവൻ ആരെയോ പറ്റി പറയുന്നെന്ന് വിചാരിച്ചിരുന്നാൽ മതി. കണ്ടോ, ചിലരുടെ ജീവിതം എന്ത് പറഞ്ഞാലും പണം. പണം നമുക്ക് ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ പണം നിയന്ത്രിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ചില ആളുകളുടെ കാര്യം എന്താണെന്നറിയുമോ? ജീവിതത്തിന്റെ ഏറ്റവും ഫോക്കസ് ആരോഗ്യം, ഹെൽത്ത്. കണ്ടിട്ടില്ലേ? രാവിലെ 5 മണിക്ക് എണീക്കുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. വട, അയ്യോ വേണ്ട, എണ്ണ. അയ്യോ ചായ, അത് വേണ്ട, പാല്. ബിരിയാണിയോ, അത് വേണ്ട, നെയ്യ്. പാവം, എല്ലാം ഉണ്ടെങ്കിലും പച്ചവെള്ളം മാത്രമേ കുടിക്കാൻ വിധിച്ചിട്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടോട്ടം. ഒരു വെള്ളത്തിൽ വീണ നനയുമില്ല, തീയിൽ വീണ കത്തയുമില്ലാത്ത ഒരു നിക്കർ ഇട്ടുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഓട്ടമാണ് അങ്ങോട്ടേക്ക് ഓട്ടം. കാരണം പ്രധാന ഫോക്കസ് ആരോഗ്യമാണ്. പിന്നെ മാസത്തിലേക്ക് ഡോക്ടറെ അടുത്ത് പോവുകയാണ്. കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം ചെക്ക് ചെയ്യാൻ. ഡോക്ടർക്ക് ഇയാളെ കാണുമ്പോഴേ സന്തോഷം. കാരണം 10,000 രൂപ ആ പേരും പറഞ്ഞ് വാങ്ങിക്കും. എന്നിട്ട് ഡോക്ടർ പറയും, സൂക്ഷിക്കണം, ഇപ്പോൾ ഡെങ്കിപ്പനി അതിന്റെ 3ാമത്തെ വേർഷൻ മങ്കിപ്പനിയായി വന്നുകൊണ്ടിരിക്കുന്നു. കാട്ടാക്കട ജംഗ്ഷൻ എത്തി, നിങ്ങളെ താലൂക്കിലെത്താൻ സമയമായി. ഉടനെ അവൻ പറയും, തന്നെ അല്ലേ ഡോക്ടറെ, എന്നാൽ നാളെ മുതൽ ഞാൻ പച്ചവെള്ളം പോലും ഇനി കുടിക്കുന്നില്ല. പാവം, യവൻ പേടിച്ച് ചാവും, ഞാൻ പനി വന്ന് ചാവും. ഒരു ചാവൽ ഉറപ്പ്. ലവൻ പട്ടിണി കിടന്ന് ചാവും, ഞാൻ തിന്ന് ചാവും. ഒരു ചാവൽ ഉറപ്പ്. അവൻ പൈസയുടെ പുറത്ത് കിടന്ന് ചാവും, ഞാൻ കീറപ്പായി കിടന്ന് ചാവും. ഒരു ചാവൽ ഉറപ്പ്. അപ്പൊ ചിലരുടെ ജീവിതം എന്തിലാണ്? സമ്പത്തിൽ കേന്ദ്രീകരിക്കും, ചിലർ ആരോഗ്യത്തിൽ കേന്ദ്രീകരിക്കും, ചിലർ കുട്ടികളെ ഒന്ന് കരപറ്റിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അടുത്ത് പുരോഹിതനും ഭരണാധികാരിയും പ്രവാചകനുമായിരുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അമ്മ പ്രസവിച്ചതിൽ ഒരാൾ മാത്രമാണ് 3 തരം അഭിഷേകവും ഒരുപോലെ കൈവശം വച്ചിരുന്നത്. ചിലരെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലരെ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലരെ പ്രവാചകന്മാരുമായി അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ശമൂവേലിനെ മാത്രം പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമായി 3 ഓഫീസ് കൈകാര്യം ചെയ്ത ഒരേ ഒരു അഭിഷിക്തൻ മാത്രമേ അമ്മയുടെ മകനായി ജനിച്ചിട്ടുള്ളൂ. അത് ശമൂവേൽ മാത്രം. കാര്യം എന്തെന്നറിയാമോ? അവന്റെ വാസം ദൈവ കേന്ദ്രീകൃതമായിരുന്നു. ചരിത്രം സൃഷ്ടിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത് ചരിത്രം സൃഷ്ടിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാം. ഹല്ലേലൂയ. നമുക്കിന്ന് ഭവനങ്ങളിൽ ചെന്ന് പറയാം, മക്കളെ, നമ്മൾ ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിന് വേണ്ടി ഉള്ളവരാണ്. നാം കൃത്യമായ ചുവടുകൾ വെച്ച് ദൈവത്തെ പ്രതി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകം എന്തും പറയും, ലോകം എന്തും സംസാരിക്കും, പക്ഷെ നാം വി ബിലോങ്സ് ടു ഗോഡ്. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നല്ലൊരു സ്തോത്രം. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ എനിക്കുള്ളതിനേക്കാൾ
എൻ ജീവനേക്കാൾ അങ്ങെ സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങെ സ്നേഹിപ്പാനാണെനിക്കാശ. ചേർന്ന് യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനെ. ചേർന്ന് യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഇത്രയും ആരാധിച്ചാൽ പോരാ. ചേർന്ന് അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ കരമടിച്ച് കർത്താവേ ഞങ്ങളെ സ്നേഹിക്കുന്നു. We love you God. We love you. We love you. We love you. Hallelujah. Samuel was a God-centered man. Samuel ഒരു ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രതിസന്ധിയുടെ മധ്യേ, പ്രതികൂലത്തിന്റെ മധ്യേ, മിദ്യാന്യർ ശത്രുക്കൾ വന്ന് ആക്രമിക്കുമെന്നുള്ള ഭീഷണിയുടെ മധ്യേ ലക്ഷ്യബോധത്തോടെ തന്റെ അധ്വാനത്തെ ചാക്കിൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരുത്തനുണ്ട്. അവൻ പിന്നത്തേതിൽ ആ രാജ്യത്തെ നയിക്കുന്ന ന്യായാധിപനായിട്ട് ദൈവം അവനെ മാറ്റി. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മധ്യയിൽ ലക്ഷ്യബോധത്തോടെ നമുക്ക് മുന്നോട്ട് വരാം. പ്രതികൂലങ്ങളുടെ മധ്യേ, ശൂന്യതകളുടെ മധ്യേ, ഇല്ലായ്മകളുടെ മധ്യേ ലക്ഷ്യബോധത്തോടെ, താല്പര്യത്തോടെ നമുക്ക് മുന്നോട്ട് വരാം. കാരണം നമ്മെ പറ്റി ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ ഒന്നോ രണ്ടോ പരാജയങ്ങൾ കണ്ടിട്ട് ഇനി ഞാൻ ഈ പണിക്കില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കമോ, ജീവിതത്തിലെ ഒരു തോൽവിക്ക് അനുസരിച്ച് ഇനി ഞാൻ മുന്നോട്ടില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് വസിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ കേൾക്കുന്നത് ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ, സമ്പ്രതി വാർത്താക സുയന്തം പ്രവാചക പരദേവാനന്ദ സാഗര. കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? റേഡിയോ പണ്ടത്തെ, അതാണ് ആകാശവാണി. ഈ ആകാശവാണിയിൽ പാട്ടുകാരനാൻ വേണ്ടി, വോയിസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഗോഡ് സെന്റേഡ് ലൈഫിലേക്ക്, ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക്, നന്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആര് വരുമോ, നമ്മുടെ ജീവിതം ഇന്ന് ഏറ്റവും ബലമുള്ള ഒരു ജീവിതമായിട്ട് മാറുന്നു. ഹല്ലേലൂയ. എന്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു.
പക്ഷെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ എറിയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ കഥകൾ, ഞാൻ പാടിയ പാട്ട്, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ യു ആർ നോട്ട് സപ്പോസ് ടു ഫോർഗെറ്റ് ദ ബൈബിൾ വേർഡ്സ് വിച്ച് ഐ ഹാവ് ടോൾഡ്. ഞാൻ നിങ്ങളോട് പങ്കുവച്ച ബൈബിൾ വചനം നിങ്ങൾക്ക് മറക്കാൻ അവകാശമില്ല. നിങ്ങൾ പറയണം, ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കാൻ പോകുന്നു. എന്റെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട്, എന്റെ തടസ്സങ്ങളെ തകർത്തുകൊണ്ട് ഞാൻ ദൈവത്താൽ മുന്നേറാൻ പോകുന്നു. യെസ്, പറഞ്ഞു തുടങ്ങിക്കോ, പറഞ്ഞു തുടങ്ങിക്കോ. ഇത് വിജയത്തിന്റെ പകൽക്കാലം. പറഞ്ഞു തുടങ്ങിക്കോ, ഇത് പരാജയങ്ങളെ ഞാൻ അവഗണിക്കുന്ന പകൽക്കാലം. പറഞ്ഞു തുടങ്ങിക്കോ, എന്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് അവസാനം വരുന്ന ഒരു പകൽക്കാലം. കാരണം ഞാൻ ദൈവത്താൽ ചിലത് നേടുവാൻ പോകുന്നു. ജീസസ്, ഹല്ലേലൂയ. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. യേശുവിൻ നാമത്തിൽ ആ സാമ്പത്തിക മതിലുകളെ ഞാൻ ചാടിക്കിടക്കുന്നു. പറഞ്ഞോ, യേശുവിൻ നാമത്തിൽ ജോലി ഇല്ലായ്മയുടെ മതിലുകളെ ഞാൻ ചാടിക്കിടക്കുന്നു. യേശുവിൻ നാമത്തിൽ അനാരോഗ്യത്തിന്റെ മതിലുകളെ ഞാൻ ചാടിക്കിടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബ പ്രശ്നങ്ങളാകുന്ന മതിലുകളെ ഞാൻ ചാടിക്കിടക്കുന്നു. യേശുവിൻ നാമത്തിൽ ദാരിദ്ര്യമാകുന്ന മതിലിനെ ഞാൻ ചാടിക്കിടക്കുന്നു. യേശുവിൻ നാമത്തിൽ റിജക്ഷൻ ആകുന്ന മതിലിനെ ഞാൻ ചാടിക്കിടക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് ശാന്തമായിട്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ബാക്കിയെല്ലാം തൽക്കാലം മറക്കുക. പിള്ളേർ ട്യൂഷന് പോയിട്ട് വന്നോണോ? ഞാൻ പറഞ്ഞതുപോലെ അവരാ ഫ്രിഡ്ജിൽ നിന്ന് ചോറെടുത്ത് ചൂടാക്കി കഴിക്കുമോ? ആ അമ്മാവി പിള്ളേരെ വല്ലതും പറയുമോ? അതോ പിള്ളേരിരുന്ന് പഠിക്കുമോ? ഇയാൾ ഈ പ്രസംഗം ഇപ്പം നിർത്തുമോ? ബസ് കറക്റ്റാ കിട്ടുമോ? ആരാധന ഇറങ്ങി ചെല്ലുമ്പോൾ ചായ വല്ലതും അവിടെ ഉണ്ടാവുമോ ഈ നിമിഷം? ഈ ചിന്തകളൊക്കെ തൽക്കാലം ഒന്ന് മറക്കുക. ഒറ്റ കാര്യം മാത്രം, ഞാൻ ഒറ്റയ്ക്കല്ല, ആരോ എൻ്റെ തൊട്ടടുത്തുണ്ട്. അതാരോ അല്ല, ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു, അത് വിജയിപ്പിക്കാൻ ത്രാണിയുള്ള രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവ്. നേതാവല്ല, നേതാക്കന്മാരുടെ നേതാവ്. ഉന്നതനല്ല, മഹോന്നതൻ. അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ല, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. എന്റെ ചാരയുണ്ടെന്ന് ആര് തിരിച്ചറിയുമോ? ഈ പകൽ വിജയത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന പകൽ. ഹല്ലേലൂയ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. കമോൺ, കമോൺ, കമോൺ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. ശ്രദ്ധിക്കണേ, നിരുത്സാഹപ്പെടുത്തുന്ന, വേണ്ട എന്ന് പറഞ്ഞ, നടക്കില്ല എന്ന് പറഞ്ഞ ആ 100 വാക്കുകളെ മനസ്സിൽ നിന്നെടുത്ത് ആ തോട്ടിലോട്ട് എറിഞ്ഞു കളയുക. ബന്ധുക്കളുടെ നിരുത്സാഹപ്പെടുന്ന വാക്ക്, പഞ്ചായത്തിന്റെ നെഗറ്റീവായിട്ടുള്ള വാക്ക്, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ബോസിന്റെ നെഗറ്റീവായിട്ടുള്ള വാക്ക്, നിങ്ങളുടെ ട്യൂഷൻ സെന്ററിന്റെ ട്യൂഷൻ മാസ്റ്ററിന്റെ നെഗറ്റീവായിട്ടുള്ള വാക്ക്, ആ നെഗറ്റീവ് വാക്കുകളെ നടക്കില്ല, വരണ്ട, ഇനി കാര്യമില്ല, ഈ വാക്കുകളെ ബോധപൂർവം മറന്നു കളഞ്ഞിട്ട് ദൈവത്തിന്റെ വാക്കുകളെ മാത്രം ഓർത്തെടുക്കുന്ന ഒരു പകൽക്കാലം. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു
യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ചേർന്ന് പാടാം. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഒരു പ്രാവശ്യം കൂടെ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടപ്പാ, അങ്ങയിൻ ഒരു വാക്ക് മതി എനിക്ക്. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും എന്നുള്ള വാഗ്ദത്ത പ്രകാരം വിശ്വസിച്ചു കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ചില മലകൾ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും എന്നുള്ള വചനം വിശ്വസിച്ചുകൊണ്ട് അടിയൻ ഇപ്പോൾ ചില മതിലുകൾ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ മലകൾ മാറി, മതിലുകൾ മാറി, ജനം വിശാലത സ്ഥലത്തുകൂടെ സംഭവിക്കട്ടെ. വിശാലത സംഭവിക്കട്ടെ. ദൈവത്താൽ ചിലത് ചാടി കിടക്കുവാൻ ദൈവം അമിത ബലം നൽകട്ടെ. ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിഖപ ശാന്തി ഖരിപഭ. നന്ദി 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 നന്ദി.